ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൻ. ഈ ഫ്രൂട്ട് ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് മുട്ടപ്പഴം. പക്ഷേ ഈ മുട്ടപ്പഴം ആർക്കും വെറുതെ കഴിക്കാനായിട്ട് വലിയ താല്പര്യം ഉണ്ടാവത്തില്ല. കാരണം അതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇഷ്ടാവാറില്ല. പക്ഷേ എങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാട് വലുതാണ്. ഇതിൽ ബീറ്റാ കാരോട്ടിനും ഒരുപാട് വൈറ്റമിൻസും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കണ്ണുകളുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് മുട്ടപ്പഴം. ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ മുട്ടപ്പഴത്തിനുണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഇതിൻ്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ യുവത്വം നിലനിർത്താനുള്ള കഴിവും ഇതിനുണ്ട്. കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഈ ഫ്രൂട്ട് ടേസ്റ്റിയായ ഷെയ്ക്കായിട്ട് മാറ്റിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 മുട്ടപ്പഴം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടപ്പഴം കൊണ്ടിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത കാഷ്യൂ നട്ട് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഈ മുട്ടപ്പഴം ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി മുട്ടപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആരും കളയണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.